ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് റേഹു. എന്നാലും താൻ എന്നെ കാണാൻ ഇവിടെ വരെ വരിക എന്നൊക്കെ പറഞ്ഞാൽ? ഹിമ അവിശ്വസനീയതയോടെ അശ്വിനെ നോക്കി. പാലക്കാട് അവൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിന് മുൻപിൽ നിൽക്കുകയായിരുന്നു രണ്ടുപേരും. തന്നെ കാണാനായി മാത്രം വന്നതല്ല. അശ്വിൻ ചിരിച്ചു. ഇവിടെ ഒരു ഫോട്ടോഷൂട്ട് ഉണ്ട്, എന്റെ ഒരു ഫ്രണ്ട് ഏൽപ്പിച്ചതാ. അതിന് വന്നപ്പോൾ തന്നെയും കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അത് കള്ളമാണെന്ന് ഹിമയ്ക്ക് അവന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. കാൽ ശരിയായോ? അതൊക്കെ എപ്പോഴേ ശരിയായി. അവൾ വലത്തെ കാൽ ഉയർത്തി ചലിപ്പിച്ചു. വെളുത്ത കണങ്കാലിൽ അന്ന് വീണപ്പോൾ പറ്റിയ മുറിവ് ഉണങ്ങിയ പാടു കാണാമായിരുന്നു. ഇനി എപ്പോഴാ നാട്ടിലേക്ക്? ലീവ് കിട്ടിയിട്ടില്ല, നോക്കട്ടെ, അച്ഛൻ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എടോ, തന്റെ കാര്യം ഞാൻ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിരുന്നു. അവന്റെ പരിചയത്തിലുള്ള ഒരു ഏജൻസിയിൽ നേഴ്സ് വിസ ഉണ്ട് പോലും. പക്ഷെ വലിയ ഹോസ്പിറ്റലൊന്നുമല്ല, ക്ലിനിക് ആണെന്ന് തോന്നുന്നു. എന്നാലും മോശമില്ലാത്ത സാലറി ഉണ്ട്. ട്രൈ ചെയ്ത് നോക്കിയാലോ? ഡീറ്റെയിൽസ് ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം. ഓക്കെ ആണെങ്കിൽ തന്റെ സർട്ടിഫിക്കറ്റുകൾ അയച്ചു തന്നേക്ക്. തന്റെ അമ്മയ്ക്ക് എന്റെ അന്വേഷണം പറയണേ. പറയാലോ. അഥവാ ഈ ജോബ് ഓക്കെ ആണെങ്കിൽ പോകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് വാ, അമ്മയെ കാണാം. ഇത് സെറ്റ് ആയാൽ തന്റെ അമ്മയ്ക്ക് എന്റെ വക പാർട്ടി. അപ്പോ എനിക്കില്ലേ? തനിക്ക് തരും, പക്ഷെ അമ്മയ്ക്ക് സ്പെഷ്യൽ. അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ എത്ര സ്നേഹത്തോടല്ലേ സംസാരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ രണ്ടാളും മാത്രം പോയിക്കോളാം. പക്ഷെ ഞാനില്ലാതെ അമ്മ വരില്ല. ഓഹോ, അതെന്താ? അമ്മ കൊച്ചുകുട്ടിയാണോ? അതല്ല, അശ്വിൻ പുഞ്ചിരിച്ചു. അമ്മ കിടപ്പില. എവിടെയെങ്കിലും പോകണമെങ്കിൽ തന്നെ വീൽ ചെയർ വേണം. ഹിമ ഞെട്ടി. എന്താ? അന്ന് ഞാൻ പറഞ്ഞില്ലേ, അമ്മ വീണെന്ന് ടെറസിൽ നിന്നും കാൽ തെന്നി. കുറെ കാലം ഹോസ്പിറ്റലിൽ കിടന്നു. ഇപ്പൊ വീട്ടിലും ഒരുപാട് ട്രീറ്റ്മെന്റ് ചെയ്തു, പക്ഷെ നടത്തിക്കാൻ കഴിഞ്ഞില്ല. എല്ലാത്തിനും ഒരാൾ കൂടെ വേണം. ഞാൻ ഇല്ലാത്തപ്പോൾ നോക്കാൻ ഒരു പെൺകുട്ടിയുണ്ട്. അന്ന് സംസാരിക്കുമ്പോ എനിക്ക് അങ്ങനൊന്നും. ഹിമ പാതിയിൽ നിർത്തി. ഇപ്പൊ കുറെ ആയില്ലേ, സംസാരിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് അമ്മയ്ക്ക് BP പ്രോബ്ലവും ഉണ്ട്. ടെൻഷൻ അടിച്ചാൽ അന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. താൻ ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. എന്റെ അമ്മ ഈ അവസ്ഥയിലാണെന്ന് ആരെയും അറിയിക്കാൻ എനിക്ക് ഇഷ്ടമല്ലടോ. എന്നെങ്കിലും താൻ അമ്മയെ നേരിട്ട് കാണുമ്പോ അറിഞ്ഞോട്ടെ എന്ന് വെച്ചു. സഹതാപം എനിക്ക് ഇഷ്ടമല്ല. എന്റെ മനസ്സിൽ ഇപ്പോഴും ചുറുചുറുക്കോടെ ഓടി നടക്കുന്ന പഴയ അമ്മ തന്നെയാ. ആരും അമ്മയെ നോക്കി സഹതപിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവൻ വാച്ച് നോക്കി. അയ്യോ, ലേറ്റായി, ഞാൻ പോട്ടെ, വിളിച്ചോളാം. ഹോസ്പിറ്റലിൽ ആളെ ഇറക്കി പോകുകയായിരുന്ന ഒരു ഓട്ടോ നിർത്തിച്ച് അവൻ അതിൽ കയറി. അവളെ നോക്കി ഒന്ന് തലയാട്ടിയ ശേഷം ഡ്രൈവറോട് പോകാൻ പറഞ്ഞു. ആ ഓട്ടോ ദൂരെ മറയുന്നത് നോക്കി നിൽക്കവേ ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു. താൻ എന്തിനാണ് ഇങ്ങനെ മറ്റൊരാൾക്ക് വേണ്ടി സങ്കടപ്പെടുന്നത് എന്ന് അവൾ സ്വയം ചോദിച്ചുകൊണ്ടിരുന്നു. കണ്ടുമുട്ടി ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ ഹിമയ്ക്കും അശ്വിനുമിടയിൽ വല്ലാത്തൊരു ആത്മബന്ധം ഉടലെടുത്തിരുന്നു. ദിവസവും ഫോൺ വിളിക്കും. അവന്റെ അമ്മയോട് ഇടയ്ക്കിടെ സംസാരിക്കാൻ തുടങ്ങി. നീ എന്നാ മോളെ ഇങ്ങോട്ട് വരുന്നേ? ഒരു ദിവസം ലക്ഷ്മിയമ്മ ചോദിച്ചു. അമ്മയുടെ മോൻ എനിക്കൊരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്, അത് ശരിയാവട്ടെ, എന്നിട്ട് വരാം. പെട്ടെന്ന് കിട്ടുമെന്ന അശ്വിൻ പറഞ്ഞത്. അതുവരെ ലീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ വീട്ടിൽ പോലും പോകാത്തത്. അമ്മയെ കണ്ടിട്ടേ ഞാൻ ഫ്ലൈറ്റ് കയറൂ, ഹിമ ഉറപ്പു കൊടുത്തു. അശ്വിൻ തന്റെ ഉള്ളിലെ ഇഷ്ടമൊഴികെ മറ്റെല്ലാം അവളോട് സംസാരിക്കും. അതിന് ധൈര്യമുണ്ടായില്ല എന്നതാണ് സത്യം. അവളുടെ ജോലിക്ക് വേണ്ടി അവൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. കിട്ടുമെന്ന അവന്റെ വാക്കിന്റെ വിശ്വാസം ഉണ്ടായതിനാൽ ഹിമ വേറെ ജോലിക്കൊന്നും ശ്രമിച്ചതുമില്ല. അപ്രതീക്ഷിതമായ അവധി കിട്ടി ഒരു ദിവസം അവൾ നാട്ടിലെത്തി. അന്ന് രാത്രി അത്താഴം കഴിച്ച ശേഷം മുറ്റത്ത് കൂടിയിരിക്കുകയായിരുന്നു ഹിമയും വരദയും മോഹനനും. വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസി തന്നെയാണോടി? വരദയ്ക്ക് ആശങ്ക മാറിയില്ല. പൈസ പോകുന്നതല്ല പ്രശ്നം, ഏതോ നാടാണ്. എന്റെ പൊന്നു ചേച്ചി, അവിടൊക്കെ ഒരുപാട് മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. പോരാഞ്ഞിട്ട് കൃത്യമായ എഗ്രിമെന്റ് വെച്ചിട്ടാ പോകുന്നത്. ഇങ്ങനെ പേടിക്കാതെ. അവൾ വരദയുടെ തോളിലൂടെ കൈയിട്ടു. 2 വർഷം കഴിഞ്ഞ് ഞാനിങ് എത്തുമല്ലോ, പിന്നെന്താ? പറയാൻ എന്തെളുപ്പം. 2 വർഷം നിന്നെ കാണാതെ ഞങ്ങൾ എങ്ങനാ? മോഹന്റെ മുഖത്ത് വേദന നിറഞ്ഞു. അച്ഛൻ വെറുതെ വിഷമിക്കല്ലേ, ദിവസവും വിളിക്കാലോ, അവൾ ആശ്വസിപ്പിച്ചു. എനിക്കും നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ സങ്കടമുണ്ട്, എന്നാലും എനിക്ക് പോണം. നിങ്ങളെ രണ്ടെണ്ണത്തിനെയും ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിച്ചാൽ എനിക്ക് സമാധാനമായേനെ. അതെന്താ, ഞങ്ങൾ അച്ഛനൊരു ബാധ്യതയാണോ? സിനിമയിലും സീരിയലിലും പിന്നെ ജീവിതത്തിലും ഒക്കെ ഒരുപാട് പേര് പറയുന്ന സ്ഥിരം ഡയലോഗാണിത്. കേൾക്കുമ്പോ ദേഷ്യം വരും. മോഹൻ ചിരിച്ചു. അതല്ല പൊന്നു, ഞാൻ ഇനി എത്ര കാലമാണെന്ന് വെച്ചാ? എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ആരാ ഉള്ളത്? എനിക്കും ആഗ്രഹമില്ലേ നിങ്ങളുടെ കല്യാണം കാണാൻ? ആദ്യം ചേച്ചിയുടേത്, അതിനുശേഷം എന്റേത് ആലോചിക്കും. അഥവാ ഗൾഫിൽ വല്ല അറബിയും സെറ്റ് ആയാലോ? ഫോണിൽ വെളിച്ചം തെളിഞ്ഞപ്പോൾ അവൾ അതെടുത്തു നോക്കി. അശ്വിൻ മെസ്സേജ് അയച്ചതാണ്. അവൾ എഴുന്നേറ്റു. ഞാനൊന്ന് ദിവ്യയെ വിളിക്കട്ടെ, അതും പറഞ്ഞ് ഹിമ അകത്തേക്ക് നടന്നു. തന്റെ മുറിയിലെത്തിയ ഉടനെ വാതിൽ ചാരി അവൾ അശ്വിന്റെ നമ്പറിലേക്ക് കോൾ ചെയ്തു. ഹലോ, താൻ തിരക്കിലാണോടോ? ഏയ് അല്ല, അച്ചു പറഞ്ഞോ. എന്താ പരിപാടി? അത്താരം കഴിഞ്ഞ് മുറ്റത്തിരിക്കുന്നു. വിളിച്ചത് പ്രശ്നമാകുമ്പോ?
ഇല്ല, ചേച്ചിയും അച്ഛനും കുറച്ചു കഴിഞ്ഞേ അകത്തേക്ക് വരികയുള്ളൂ. ഞാനും കണ്ണൂരുണ്ട് കേട്ടോ. എപ്പോ എത്തി? വൈകിട്ട് ജയേട്ടന്റെ കൂടെ ഒരു കറക്കം കഴിഞ്ഞതാ ഇപ്പോൾ ടെറസിൽ മാനം നോക്കി കിടക്കുന്നു. അമ്മയെ തനിച്ചു വിട്ടിട്ടാണോ കറക്കം? അല്ലടോ, ഹോം നേഴ്സ് ചേച്ചി ഉണ്ട്. ഇവിടുത്തെ വീടിന്റെ പ്ലംബിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതിന് സാധനങ്ങൾ വാങ്ങണ്ടേ? എനിക്ക് ഇഷ്ടമുള്ള മോഡൽ തിരഞ്ഞെടുക്കാൻ പോയതാ. അവളൊന്ന് മൂളി. ഹിമ നാളെ ഫ്രീ ആണോ? അതെ, എന്താ? എന്നാ പിന്നെ ഇങ്ങോട്ട് വാ, വീടൊക്കെ കാണാലോ. അത് വേണോ? ഹിമ മടിച്ചു. വാന്നേ. ശരി. സത്യം? അവൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. വരാം, പക്ഷെ അധിക സമയം നിൽക്കില്ല. ആയിക്കോട്ടെ, എന്നാൽ വെച്ചോ, നാളെ രാവിലെ ഞാൻ ഇറങ്ങുമ്പോൾ വിളിക്കാം. അവൾ കോൾ കട്ട് ചെയ്ത് ബെഡിൽ കിടന്നു. അവനോട് വരണമെന്ന് പറഞ്ഞത് തെറ്റായി പോയോ എന്നായിരുന്നു അപ്പോഴത്തെ ചിന്ത. ആകസ്മികമായി പരിചയപ്പെട്ട ഒരു ചെറുപ്പക്കാരന്റെ മെസ്സേജുകളും ഫോൺ വിളികളും തനിക്ക് പ്രിയമുള്ളതാകുവാൻ എന്താണ് കാരണം? അവനു വേണ്ടി സമയം ചിലവഴിക്കുന്നത് എന്തിനാണ്? ചോദ്യങ്ങൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. അച്ഛനും ചേച്ചിയും മാത്രമായ തന്റെ ലോകത്ത് ഇന്ന് അവനുമുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അവന്റെ അമ്മയുണ്ട്. ദിവ്യ കളിയാക്കുന്നത് പോലെ ഇത് പ്രണയമാണോ? കണ്ണടച്ചപ്പോൾ അശ്വിന്റെ മുഖം തെളിഞ്ഞു. അവൾ അസ്വസ്ഥതയോടെ എഴുന്നേറ്റു. പാടില്ല, തനിക്കൊരു ലക്ഷ്യമുണ്ട്, ചേച്ചിയുടെ വിവാഹം. അതിനിടയിൽ ബാധ്യത ആയേക്കാവുന്ന ഒരു ബന്ധവും വളർത്തരുത്. അവൾ സ്വയം ശാസിച്ചു. ഒരു ചെറിയ പൂത്തോട്ടം കൂടി ഉണ്ടാക്കണം, അശ്വിൻ പറഞ്ഞു. പണി നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ വീടിന്റെ ടെറസിലായിരുന്നു അവനും ഹിമയും. ഫ്രീ ടൈമിൽ അമ്മയും കൊണ്ട് അവിടെ ചെന്നിരിക്കാലോ. അവൾ പുഞ്ചിരിച്ചു. ഹിമയ്ക്ക് വീട് ഇഷ്ടപ്പെട്ടോ? നന്നായിട്ടുണ്ട്. ആരുടെ പ്ലാൻ? ആശയം എന്റേത്. വരച്ചത് ജയേട്ടൻ, മാമന്റെ മോനാ. പുള്ളി ആർക്കിടെക്റ്റ് ആണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. വളരെ വലുതുമല്ല, തീരെ ചെറുതുമല്ല, പോരാഞ്ഞിട്ട് നല്ല സ്ഥലവും. അതാണ് മാമന്റെ വീട്. അവൻ മതിലിനപ്പുറത്തേക്ക് കൈ ചൂണ്ടി. അമ്മയുടെ തറവാടാ. ഭാഗം വെച്ചപ്പോൾ അത് മാമന് കിട്ടി. ഈ സ്ഥലം ഞങ്ങൾക്കും. ഇത് വിൽക്കാൻ മാമൻ സമ്മതിക്കില്ല. അതുകൊണ്ട് ഇവിടെ തന്നെ വീടെടുത്തു. കുറെ കടമുണ്ട്, എന്നാലും സാരമില്ല. ആഹാ, രണ്ടാളും ഇവിടെ നിൽക്കുവാണോ? ജയകൃഷ്ണൻ അവരുടെ അരികിലെത്തി. ഒരു ബൈക്ക് ഇങ്ങോട്ട് കയറുന്ന ശബ്ദം കേട്ടെന്ന് അമ്മ പറഞ്ഞു. എനിക്ക് തോന്നി നീ ആയിരിക്കുമെന്ന്. അതെന്താടാ വീട്ടിൽ വരാഞ്ഞേ? ആദ്യം ഇവിടൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് വരാമെന്ന് കരുതി. അതെന്തായാലും നന്നായി. ഇവിടെ തന്നെ ആദ്യം കയറേണ്ടത്. ജയകൃഷ്ണൻ ഉദ്ദേശിച്ചത് എന്താന്ന് ഹിമയ്ക്ക് മനസ്സിലായില്ല. അശ്വിൻ അവനോട് അരുതെന്ന് കണ്ണു കാണിച്ചു. ഹിമ, ഇതാ ജയേട്ടൻ, എന്റെ കസിൻ. അറിയാം, കണ്ടിട്ടുണ്ട്. അവൾ ചിരിച്ചു. എവിടെ? അച്ചുവിന്റെ ഫോൺ സ്ക്രീൻ സേവറിൽ അമ്മയുടെ കൂടെ. അത് പഴയ ഫോട്ടോയാണല്ലോ. ഞാനിപ്പോ ഒരുപാട് മാറി. എന്തായാലും തിരിച്ചറിഞ്ഞതിന് നന്ദി. ഇവൻ എപ്പോഴും ഹിമയെക്കുറിച്ച് പറയാറുണ്ട്. സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വാ, ഊണ് കഴിച്ചിട്ടേ പോകാവൂ. അയ്യോ വേണ്ട, ഞാനിപ്പോ ഇറങ്ങും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. അച്ചു, മുങ്ങാൻ വിട്ടേക്കല്ലേ? ഇല്ല ചേട്ടാ, വരും. എന്നാ നടക്കട്ടെ. ജയകൃഷ്ണൻ താഴേക്ക് ഇറങ്ങിപ്പോയി. പ്രായം കൊണ്ട് ഏട്ടനാണേലും ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ, കുട്ടിക്കാലം മുതൽ. അമ്മയ്ക്കും ജയേട്ടനെ ഒത്തിരി ഇഷ്ടാ. പുള്ളി മാരീഡ് ആണോ? മറ്റുള്ളവരുടെ മുന്നിലല്ല. പക്ഷെ ജയേട്ടന്റെ മനസ്സിൽ കല്യാണം കഴിഞ്ഞ് 4 വർഷമായി. അതെങ്ങനെ? ഹിമ അമ്പരന്നു. ഒരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നു. ഏട്ടന്റെ കൂടെ പഠിച്ച കൊച്ച, നല്ലൊരു ഫ്രണ്ട്. അതുകൊണ്ട് തന്നെ തുറന്നു പറയാൻ മടി. കുറെ കാലം വൺ സൈഡ് പ്രണയം കൊണ്ടു നടന്നു. ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം. എന്തും പങ്കുവെക്കാൻ സ്വാതന്ത്ര്യമുള്ള കൂട്ടുകാരനല്ലേ. ധൈര്യമായി പ്രൊപ്പോസ് ചെയ്യാൻ മാമനും മാമിയും ഒക്കെ ഒത്തിരി നിർബന്ധിച്ചു. ഏട്ടന് ആ സൗഹൃദം നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു. ഒടുവിൽ ഞങ്ങളുടെ ശല്യം കാരണം ഏട്ടൻ സമ്മതിച്ചു. അവരോട് പറയുകയും ചെയ്തു. ആദ്യമൊക്കെ അവർക്ക് ഉൾക്കൊള്ളാനായില്ല. ഏട്ടനെ അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷെ ഏട്ടനില്ലാതെ അവർക്കും പറ്റില്ല. ഒടുക്കം രണ്ടാളും സെറ്റായി. വീട്ടുകാരും എതിർപ്പുണ്ടായില്ല. ഏട്ടനെ അവർക്കൊക്കെ അറിയാം. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. കല്യാണവും നിശ്ചയവും. പക്ഷെ വിധി അതിന് സമ്മതിച്ചില്ല. കല്യാണത്തിന് 2 ദിവസം മുൻപ് അവർ മരിച്ചുപോയി. എങ്ങനെ? അവൾ ഞെട്ടലോടെ അശ്വിനെ നോക്കി. ഷോക്കേറ്റതാ. ഹോസ്പിറ്റലിൽ എത്തിക്കും മുമ്പ് ആള് മരിച്ചു. കുറെ കാലം ജയേട്ടൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് നിഴൽ പോലെ കൂടെ ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവൾ നഷ്ടപ്പെട്ടത് ഏട്ടന് താങ്ങാനായില്ല. ഭ്രാന്ത് പിടിച്ചതുപോലായി. കുറെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തു. പക്ഷെ ഇന്നും ആ ചേച്ചി കൂടെ ഉണ്ടെന്ന വിശ്വാസത്തിൽ ഏട്ടൻ ജീവിക്കുന്നത്. ചിലപ്പോൾ ഒറ്റയ്ക്കിരുന്ന് കരയും. ആദ്യമേ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചു കാലമെങ്കിലും പ്രണയിക്കാമായിരുന്നു എന്ന് സങ്കടപ്പെടും. ഹിമ പകപ്പോടെ കേട്ടു നിൽക്കുകയാണ്. തങ്ങളോട് സംസാരിച്ചിറങ്ങിപ്പോയ മനുഷ്യന്റെ ഉള്ളിൽ ഇത്രയും വലിയ വേദന ഉണ്ടായിരുന്നോ? വേറൊരു വിവാഹം കഴിക്കാൻ ഞങ്ങളൊക്കെ കുറെ നിർബന്ധിച്ചു നോക്കി. ഫലമുണ്ടായില്ല. ഇനി എന്ന് ഏട്ടനും തോന്നുന്നു അന്ന് മതിയെന്ന മാമന്റെ തീരുമാനം. നമുക്ക് ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അത് എത്രയും പെട്ടെന്ന് അവരെ അറിയിക്കണമെന്ന് ഏട്ടൻ എപ്പോഴും ഉപദേശിക്കാറുണ്ട്. അവിടെ വീശിയ തണുത്ത കാറ്റിൽ ഹിമയുടെ മുഖത്തേക്ക് വീണ മുടിയിഴകൾ അവളെ കൂടുതൽ സുന്ദരിയാക്കിയതുപോലെ അശ്വിന് തോന്നി. അവളുടെ അരികിൽ നിൽക്കുമ്പോൾ വശ്യമായ ഒരു സുഗന്ധം. കറുത്ത കുപ്പിവളകൾ അണിഞ്ഞ ആ കൈ പിടിച്ച് വിരലുകളിൽ ചുംബിക്കാൻ ഉള്ളം തുടിക്കുന്നു. ഹിമ, അവൻ പതിയെ വിളിച്ചു. അവൾ അവനെ നോക്കി. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ അത്? എനിക്ക് തന്നെ ഇഷ്ടമാണ്.
തന്റെ കൂടെ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷിച്ചതാണെങ്കിലും ഹിമയുടെ മുഖം ചുവന്നു, ദേഹം വിറച്ചു. സിനിമയിലൊക്കെ കാണുന്നത് പോലെ നീണ്ട ഡയലോഗ് അടിച്ച് പ്രൊപ്പോസ് ചെയ്യാനൊന്നും എനിക്കറിയില്ല. തന്റെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും കറങ്ങി നടക്കണമെന്നും ആഗ്രഹമില്ല. താൻ ആരാണ്, എന്താണ് എന്ന് എനിക്കറിയാം. വിവാഹ ജീവിതത്തെക്കുറിച്ച് വലിയ സങ്കല്പങ്ങളൊന്നും ഇല്ലാതിരുന്ന എനിക്ക് ഇപ്പോൾ തോന്നുന്നു തന്നെ സ്വന്തമാക്കിയ ലൈഫിൽ ഒത്തിരി സന്തോഷിക്കുമെന്ന്. അശ്വിൻ നിർത്തി. ഹിമ ഷോളിൽ തുമ്പിൽ മുറുകെ പിടിച്ചു നിൽക്കുകയാണ്. എന്നെക്കുറിച്ച് തനിക്കും അറിയാമല്ലോ. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരമ്മ മാത്രമേ കൂടെയുള്ളൂ. പിന്നെ ബന്ധുക്കളായി മാമനും മാമിയും ജയേട്ടനും. തന്റെ വാക്കുകളിലൂടെ ഞാൻ പരിചയപ്പെട്ട ആ ചേച്ചിയെയും അച്ഛനെയും എനിക്ക് വേണം. അവളൊന്നും മിണ്ടിയില്ല. വെറും ഒരു ആകർഷണമല്ല ഹിമ, തന്റെ സ്വപ്നങ്ങളെ അടക്കം ഞാൻ പ്രണയിക്കുന്നു. താൻ ആഗ്രഹിച്ചതുപോലെ ആദ്യം ഒരു ജോലി, പിന്നെ ചേച്ചിയുടെ വിവാഹം, അതും കഴിഞ്ഞ ശേഷം മതി. കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. അവളുടെ നീണ്ട മൗനം അശ്വിനെ അസ്വസ്ഥനാക്കി. താനൊന്നും പറഞ്ഞില്ല? അച്ചു, എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല. പഠിക്കുന്ന കാലത്തും ഇപ്പോഴും ചിലരൊക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഞാനത് അവഗണിക്കുകയായിരുന്നു. കാരണം പ്രണയവും വിവാഹവും ഒന്നും മനസ്സിലില്ല. മക്കൾക്ക് വേണ്ടി സ്വന്തം ജീവിതം മറന്നു കളഞ്ഞ അച്ഛൻ, അദ്ദേഹത്തിനും അനിയത്തിക്കും വേണ്ടി പഠിത്തവും നല്ല ഭാവിയും വലിച്ചെറിഞ്ഞ ചേച്ചി, അവരാ എന്റെ ലോകം. അവർക്ക് വേണ്ടിയാ ഞാൻ ജീവിക്കുന്നത്. പക്ഷെ അവൻ ആകാംക്ഷയോടെ അവളെ നോക്കി. അച്ചുവിനെ എനിക്ക് ഇഷ്ടം തന്നെയാ. അത് പ്രണയമാണോ എന്നൊന്നും അറിയില്ല. തന്റെ കൂടെ കംഫർട്ടായി ഫീൽ ചെയ്യുന്നുണ്ട്. തന്നോട് സംസാരിക്കുമ്പോൾ മനസ്സ് തുറന്ന് ചിരിക്കാനും സന്തോഷിക്കാനും പറ്റുന്നുണ്ട്. അച്ഛനും ചേച്ചിക്കും ശേഷം എന്നും കൂടെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ താനാണ്. എന്ന് വെച്ച് എനിക്ക് വേണ്ടി തന്റെ ജീവിതം നശിപ്പിക്കണമെന്ന് ഒരിക്കലും പറയില്ല. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അച്ചുവിന്റെ വിവാഹം. എനിക്ക് വേണ്ടി കാത്തിരുന്ന ആ പാവത്തിനെ വിഷമിപ്പിക്കണോ? ഹിമയെ ഇഷ്ടമാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അമ്മയോടാ. എന്നിട്ട് അവളുടെ കണ്ണുകൾ വിടർന്നു. അമ്മയാ പറഞ്ഞത് തന്റെ ആഗ്രഹങ്ങൾ നടക്കും വരെ കാത്തിരിക്കാൻ. വേറെ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്? ജയേട്ടനോട്. താൻ ആള് കൊള്ളാലോ. അതാണ് ഏട്ടൻ അർത്ഥം വെച്ച് സംസാരിച്ചത്. അപ്പൊ വീട് കാണിക്കാനല്ല എന്നോട് ഇത് പറയാനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ അല്ലേ? അശ്വിൻ കണ്ണുറുക്കി ചിരിച്ചു. രണ്ടും. എന്നാ പോകാം. ഹിമ താൻ വ്യക്തമായ ഒരു മറുപടി തന്നില്ല. ഇനി എന്ത് മറുപടി തരാനാ? അവൾ ഒരു നേർത്ത മന്ദഹാസത്തോടെ അവനെ നോക്കി. തനിക്ക് ഓക്കെ ആണോ? റിയലി? അതെ. ഹൃദയത്തിൽ നിന്നായിരുന്നു ആ വാക്കുകൾ. അശ്വിൻ കുറച്ച് മുന്നോട്ട് നീങ്ങി നിന്ന് അവളുടെ വലതു കൈ പിടിച്ചു. അവൾ എതിർത്തില്ല. അവൻ ആ പുറം കൈയിൽ മൃദുവായി തലോടി, പിന്നെ വിരലുകളിൽ അതരങ്ങൾ അമർത്തി. തന്നിലേക്ക് മഞ്ഞുമഴ പെയ്തിറങ്ങുന്നത് പോലെ ഹിമയ്ക്ക് അനുഭവപ്പെട്ടു. മതിയടോ, ഇനി ഞാനും ഉണ്ട് തന്റെ കൂടെ. ആദ്യം ജോലി, വരദ ചേച്ചിക്ക് നല്ലൊരു ബന്ധം, അതിനുശേഷം ഞാൻ വീട്ടിൽ വന്ന് തന്റെ അച്ഛനോട് പെണ്ണ് ചോദിക്കും. അച്ഛൻ സമ്മതിച്ചില്ലെങ്കിലോ? തന്റെ വീടിന് മുന്നിൽ നിരാഹാരം ഇരിക്കും. അവൾക്ക് ചിരി പൊട്ടി. എപ്പം മുതൽ അച്ഛന് ഈ പ്രേമത്തിന്റെ അസുഖം തുടങ്ങിയത്? ഇതേ ചോദ്യം ചേട്ടനും ചോദിച്ചിട്ടുണ്ട്. ആദ്യം കണ്ട നിമിഷം അതൊരു ആക്സിഡന്റും പിന്നെ വഴക്കുമല്ലായിരുന്നോ? അതെ, പക്ഷെ മുറിവ് പറ്റിയ കാലും പിടിച്ച് താൻ ആ ആൾക്കൂട്ടത്തിൽ പരിഭ്രമത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ മുതൽ എനിക്ക് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീൽ. ഒരുപാട് സൗന്ദര്യമുള്ള മുഖങ്ങൾ ഞാൻ എന്റെ ക്യാമറയിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. പക്ഷെ തന്റെ മുഖം പതിഞ്ഞത് മനസ്സിലാ. അവൾ കൗതുകത്തോടെ അവനെ ശ്രദ്ധിച്ചു കേൾക്കുകയാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി താൻ ദിവ്യയുടെ കൂടെ പോയ ശേഷം ഒരുപാട് മിസ് ചെയ്തു. അതാ വിളിച്ചു ശല്യം ചെയ്തുകൊണ്ടിരുന്നത്. മാമൻ വേറെ പെണ്ണു കാണാൻ പറഞ്ഞിട്ടും പോകാതിരുന്നത് താൻ കാരണമാ. എന്നും കാലത്ത് എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്നത് തന്റെ മെസ്സേജ് ഉണ്ടോ എന്നാണ്. എനിക്കെന്താ ഇത്ര പ്രത്യേകത? ഞാനൊരു സാധാരണ പെണ്ണല്ലേ? അതായിരിക്കാം. പക്ഷെ എന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ തനിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. അച്ഛനെയും ചേച്ചിയെയും അത്രയ്ക്ക് സ്നേഹിക്കുന്ന താൻ എന്നെയും എന്റെ അമ്മയെയും ആത്മാർത്ഥമായി സ്നേഹിക്കും. അത് മതി. മൊബൈൽ വൈബ്രേറ്റ് ചെയ്തപ്പോൾ അവൻ അത് എടുത്തു നോക്കി. ദേ ജയേട്ടൻ വിളിക്കുന്നു. ഊണ് റെഡി ആയിട്ടുണ്ടാവും, വാ പോകാം. രണ്ടുപേരും താഴേക്ക് നടന്നു. എന്തൊക്കെയായിരുന്നു? എനിക്ക് അപ്പോഴേ തോന്നി ഇങ്ങനൊക്കെ സംഭവിക്കുമെന്ന്, ഫോണിന്റെ അങ്ങേ തലക്കിൽ ദിവ്യ പൊട്ടിച്ചിരിയോടെ പറഞ്ഞു. അശ്വിനെ കണ്ട് തിരിച്ചെത്തിയ ശേഷം രാത്രി അവളോട് കാര്യങ്ങൾ വിവരിച്ചുകൊണ്ട് വീടിന്റെ മതിലിനോട് അടുത്തുകൂടെ നടക്കുകയാണ് ഹിമ. എന്നിട്ട് അതിനുശേഷം എന്ത് സംഭവിച്ചു? വേറൊന്നുമില്ല. അവന്റെ മാമന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചു. അവരൊക്കെ നല്ല പെരുമാറ്റമായിരുന്നടി. കുറെ നേരം സംസാരിച്ചു. പിന്നെ അവൻ എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവിട്ടു. ഞാൻ തിരിച്ചു വന്നു, അത്ര തന്നെ. ആ മർവ ഏജൻസിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. നീ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞോ? നല്ല ഓഫർ ആയിരുന്നല്ലോ. അച്ചു എനിക്കൊരു വിസയ്ക്ക് വേണ്ടി ഓടി നടക്കുന്നുണ്ടല്ലോ. അത് ഏകദേശം ഓക്കെ ആയ മട്ട. ഇനി അത് ഒഴിവാക്കി ഇതിന് പോയാൽ അവനും വിഷമമാകും. അയ്യടാ, വിളിക്കുന്നത് കേട്ടില്ലേ? അച്ചു, നീ വന്ന് എന്നെക്കാൾ മോശമായല്ലോടി. ഒന്ന് പോയേ. നീ എന്നാ ഇങ്ങോട്ട്? നാളെ ഇവിടുന്ന് ഇറങ്ങുമോ? ഓക്കെ, ഞാൻ വെക്കുവാണേ. വരദ വിളിക്കുന്നത് കേട്ടപ്പോൾ കോൾ കട്ട് ചെയ്ത് ഹിമ മുറ്റത്തേക്ക് നടന്നു. നീ എന്തിനാ ഇരുട്ടത്ത് പോയി നിൽക്കുന്നേ? വല്ല പാമ്പും കാണും. ദിവ്യ ഫോൺ വിളിച്ചത് ചേച്ചി. അതിന് ഇവിടുന്ന് സംസാരിച്ചൂടെ? ഞാൻ കേൾക്കാൻ പാടില്ലാത്ത വല്ലതുമാണോ?
ഇപ്പൊ എന്താ പുതിയ പതിവുകൾ? വന്നപ്പോൾ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് നിനക്കൊരു മാറ്റം. ഹിമയുടെ മുഖം വിളറി. എനിക്കെന്ത് മാറ്റം? അതറിയില്ല, നീയല്ലേ പറയേണ്ടത്. ചേച്ചിക്ക് വട്ട. അച്ഛൻ എവിടെ? കുളിക്കുന്നു. വരദ തന്റെ ഏതാനും കറൻസി നോട്ടുകൾ അവളുടെ കൈവെള്ളയിൽ വെച്ചു കൊടുത്തു. ഇതെന്തിനാ? ഇരിക്കട്ടെ, നിനക്ക് സാലറി വരാറായില്ലല്ലോ, ചെലവിന് വേണ്ടേ? അതൊക്കെ ഉണ്ട്. സാരമില്ല പൊന്നു, വെച്ചോ. എന്റെ ഒരു സന്തോഷത്തിന് അത്താഴം കഴിക്കാൻ വാ. അവളുടെ കവിളിൽ ഒന്ന് തഴുകി വരദ അടുക്കളയിലേക്ക് നടന്നു. ഹിമയുടെ കണ്ണുകൾ നിറഞ്ഞു. പുലർച്ചെ എഴുന്നേറ്റ് വീട്ടുജോലികൾ തീർത്ത് ബസ് സ്റ്റോപ്പിലേക്ക് ഓടുന്ന ചേച്ചി. തിരക്ക് പിടിച്ച ടെക്സ്റ്റൈൽസിൽ ഷോപ്പിലെ ജോലി കഴിഞ്ഞ് വീട്ടിൽ ക്ഷീണിച്ചെത്തുമ്പോൾ രാത്രിയിലും ജോലി. മിച്ചമുള്ള ജോലി തീർത്ത് വൈകി കിടക്കും. അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് അനിയത്തിക്ക് വേണ്ടി എല്ലാ മാസവും എന്തെങ്കിലും നീക്കിവെക്കും. വേണ്ട എന്ന് പറഞ്ഞാലും അവൾ കേൾക്കില്ല. ഹിമ ആ നോട്ടുകളിൽ ഉമ്മ വെച്ചു. ചേച്ചിയുടെ വിയർപ്പിന്റെ പ്രതിഫലം. ഒരമ്മയുടെ സ്നേഹത്തോടെ കരുതലോടെ സമ്മാനിച്ചതാണ്. പകരം താൻ നൽകുന്നതോ? ഈ വീട്ടിൽ ആർക്കും രഹസ്യങ്ങളില്ലായിരുന്നു, അശ്വിൻ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് വരെ. ആ ആക്സിഡന്റ് മുതലുള്ള പലതും താൻ മറച്ചുവെച്ചു. ഇന്ന് അശ്വിന്റെ കൂടെ പോയത് ഉൾപ്പെടെ. ഹിമയ്ക്ക് ഹൃദയത്തിൽ ഒരു വേദന അനുഭവപ്പെട്ടു. എല്ലാം ചേച്ചിയോട് തുറന്നു പറഞ്ഞാലോ എന്ന് അവൾ സ്വയം ചോദിച്ചു. അല്ലെങ്കിൽ വേണ്ട, വഴക്ക് പറയുമെന്ന പേടി കൊണ്ടല്ലേ? തനിക്കൊരാളെ ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ആ വിവാഹം നടത്താൻ ചേച്ചി മുൻകൈ എടുക്കും. അതോടെ ചിലപ്പോൾ ഗൾഫിൽ പോകുന്നത് നീളും. ചേച്ചിക്ക് ഒരു നല്ല ബന്ധം എന്ന സ്വപ്നം നഷ്ടമാകും. അങ്ങനെ സംഭവിക്കരുത്. തൽക്കാലം ആരും ഒന്നും അറിയണ്ട, അവൾ മനസ്സിൽ ഉറപ്പിച്ചു. പ്രണയത്തിന്റെ മനോഹരമായ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട്. പരസ്പരം സംസാരിക്കാതിരിക്കാൻ വയ്യാത്ത അവസ്ഥ. അശ്വിൻ ഇടയ്ക്കിടെ അവളെ കാണാൻ പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് പോകും. അതിരു വിട്ട ഒരു നോട്ടമോ വഴക്കോ പോലും ഇല്ലാത്ത സ്നേഹം. അവന്റെ അമ്മയുടെയും വീട്ടുപണിയുടെയും ജോലിയുടെയും വിശേഷങ്ങൾ എന്നും അവളെ അറിയിക്കും. അവൾ തിരിച്ചും. ഭാവിയെക്കുറിച്ചുള്ള കിനാവുകൾ പങ്കുവെച്ചുകൊണ്ട് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. ഒരു ദിവസം കോഴിക്കോട് തന്റെ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങി ബൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയായിരുന്നു അശ്വിൻ. ഫോൺ ശബ്ദിപ്പിച്ചപ്പോൾ അവൻ ബൈക്ക് സ്റ്റാൻഡിലിട്ട് ഇറങ്ങി ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്തു. അവന്റെ കൂട്ടുകാരൻ ഷുഹൈബ് ആയിരുന്നു. റോഡിലെ വാഹനങ്ങളുടെ ബഹളത്തിൽ ഒന്നും കേൾക്കില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൻ പിന്നിലേക്ക് നടന്നു. സ്റ്റുഡിയോ സ്ഥിതി ചെയ്യുന്ന ബിൽഡിങ്ങിന് ഇടതുവശത്ത് ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയി നിന്നുകൊണ്ട് അവൻ കോൾ അറ്റൻഡ് ചെയ്തു. പറയടോ അച്ചു, ഒരു ബാഡ് ന്യൂസ് ഉണ്ട്. എന്താ? എടാ, ആ ഏജൻസി പോലീസ് അടപ്പിച്ചു. അവന്മാരുടെ റിക്രൂട്ട്മെന്റ് ഫുൾ ഉഡായിപ്പാണ് പോലും. അയ്യോ! അശ്വിൻ നെഞ്ചിൽ കൈവച്ചു. ഹിമയ്ക്ക് ഒരു ജോലി കണ്ടെത്താൻ അവൻ ഏൽപ്പിച്ചത് അടുത്ത കൂട്ടുകാരനായ ഷുഹൈബിനെയാണ്. കുവൈറ്റിൽ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു സുഹൈബ്. അവിടെ തന്നെയുള്ള ഒരു ഫ്രണ്ടിന്റെ ഏജൻസിയിൽ നിന്ന് ഒരു വിസ സംഘടിപ്പിക്കാമെന്നും സുഹൈബ് ഏറ്റിരുന്നു. അതാണ് പോലീസ് പൂട്ടിച്ചത്. നീ അല്ലേടാ പുല്ലേ പറഞ്ഞത് ജെനുവിൻ ആണെന്ന്? കേരളത്തിൽ നല്ല ഏജൻസികൾ ഇല്ലാഞ്ഞിട്ടല്ല, ഡയറക്റ്റ് ആണെങ്കിൽ സർവീസ് ചാർജ് കുറയുമല്ലോ എന്ന് കരുതി. 5 മാസമായി വിസ എന്നും വരും, ഇന്ന് വരും, നാളെ വരും എന്നും പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കുന്നു. അവന് ദേഷ്യം അടക്കാനായില്ല. അച്ചു, നീ പറയുന്നത് ശരിയാ, പക്ഷെ എന്ത് ചെയ്യാനാടാ? ഇതിനു മുൻപ് അവർ വഴി ഞാൻ 3-4 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. അന്നൊന്നും കുഴപ്പമില്ലായിരുന്നില്ല. നീ വിഷമിക്കല്ലേ, നമുക്ക് വേറെ നോക്കാം. ഷുഹൈബെ, നീ ഫോൺ വെച്ചേ, ഞാൻ പിന്നെ വിളിക്കാം. അശ്വിൻ അരിശത്തോടെ നിലത്ത് ആഞ്ഞു ചവിട്ടി. ഹിമയോട് എന്ത് പറയുമെന്ന് അറിയില്ല. വേറെ അവസരങ്ങൾ കിട്ടിയിട്ടും തന്നെ വിശ്വസിച്ചാണ് അവൾ അതൊക്കെ ഉപേക്ഷിച്ചത്. പെട്ടെന്ന് ഒരു വിസ കണ്ടെത്താനും പ്രയാസമാണ്. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കവേ ജയകൃഷ്ണന്റെ കോൾ വന്നു. നീ എവിടെ അച്ചു? ഒരു ഷൂട്ടുണ്ട്, അതിന് പോകാൻ ഇറങ്ങിയതാ ജയേട്ടാ. അപ്പോൾ ഒരു പണി കിട്ടി. എന്താടാ? അവൻ ജയകൃഷ്ണനോട് കാര്യങ്ങൾ വിവരിച്ചു. അത് കഷ്ടമായല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? എനിക്കറിയില്ല. അവളോട് എങ്ങനെ ഇത് അവതരിപ്പിക്കും? അത്യാവശ്യം പക്വതയൊക്കെ ഉള്ള കുട്ടിയല്ലേ അത്. അവൾക്ക് മനസ്സിലാകും. നിന്റെ തെറ്റൊന്നുമല്ലല്ലോ. അവൻ മൂളി. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ അച്ചു? എന്താ ഏട്ടാ? നിനക്ക് ചെറിയ സന്തോഷമില്ലേ അവൾക്ക് വിസ ശരിയാകാത്തതിൽ? ഒന്ന് പോയേട്ടാ, എനിക്ക് നല്ല ടെൻഷനുണ്ട്. മിനിഞ്ഞാന്ന് നീ ഇവിടെ വന്നപ്പോൾ അമ്മയോട് പറഞ്ഞില്ലേ അവളെ വിടാൻ തോന്നുന്നില്ല, എങ്ങനെയെങ്കിലും ഗൾഫ് എന്ന ആഗ്രഹം അവളുടെ മനസ്സിൽ നിന്ന് ഇല്ലാതായെങ്കിലെന്നോ പ്രാർത്ഥനയെന്ന്? അത് അശ്വിൻ പരിങ്ങി. അങ്ങനെ ചോദിച്ചാൽ കുറച്ച് സത്യമുണ്ട് ജയേട്ടാ. അവള് പൊയ്ക്കോട്ടെ എന്നായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പോ തീരെ പറ്റുന്നില്ല. 2 വർഷമൊക്കെ ഞാൻ എങ്ങനെ കാണാതിരിക്കും? പക്ഷെ പോകണ്ട എന്ന് പറയാനും കഴിയില്ല. തന്റെ സ്വപ്നങ്ങൾ എന്റെയും കൂടിയാണെന്നൊക്കെ ഡയലോഗ് അടിച്ചിട്ട് അവസാനം വാക്ക് മാറ്റിയാൽ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ഇനി എന്താ നിന്റെ പ്ലാൻ? അവളെ കണ്ട് കാര്യം പറയാം. കുറച്ച് സങ്കടപ്പെടുമായിരിക്കും, പക്ഷെ എങ്ങനെയെങ്കിലും മനസ്സ് മാറ്റാൻ ശ്രമിക്കണം. ചേച്ചിയുടെ കല്യാണമാണ് പ്രശ്നമെങ്കിൽ ഞാനും കൂടെ ഉണ്ടല്ലോ. അവർ എന്റെയും ചേച്ചിയല്ലേ. നല്ലൊരു ചെറുക്കനെ കണ്ടെത്തി അത് ഞാൻ സൂപ്പറായിട്ട് നടത്തും. അതിന് അവള് സമ്മതിക്കുമോ? അല്ലെങ്കിൽ ഒരു വഴിയുണ്ട്. ഈ വിസ കിട്ടില്ല എന്ന കാര്യം ഹിമയോട് പറയില്ല. അത്രയും നാൾ നിന്നെപ്പോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു നീട്ടും. അതിനിടയിൽ നല്ലൊരു ആലോചന അവളുടെ ചേച്ചിക്ക് കൊണ്ടു കൊടുക്കും. അത് പെട്ടെന്ന് തന്നെ നടത്തുകയും ചെയ്യും. ഞാൻ സഹായിച്ചാ പോരെ?
കടം വാങ്ങിയിട്ടാണെങ്കിൽ അത് ഞാൻ നടത്തും. ആ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഗൾഫിൽ എന്തിനാ പോകുന്നത്? ഇവിടെ തന്നെ ഏതെങ്കിലും ഒരു നല്ല ഹോസ്പിറ്റലിൽ കിട്ടുമോ എന്ന് നോക്കും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കരുനാക്ക് വളയ്ക്കാതെ ഫോൺ വെച്ച് മൊബൈൽ പോക്കറ്റിലിട്ട് തിരിഞ്ഞ് അശ്വിൻ ഞെട്ടി വിറച്ചുപോയി. ഹിമ, അവളുടെ പിറകിൽ ദിവ്യ. സ്വപ്നം കാണുകയാണോ എന്ന് അവൻ സംശയം തോന്നി. താൻ എങ്ങനെ ഇവിടെ? ജ്വലിക്കുന്ന കണ്ണുകളാൽ ഹിമ അവനെ നോക്കി. പിന്നെ പുച്ഛത്തോടെ ചിരിച്ചു. ഇന്നലെ ദിവ്യയുടെ വീട്ടിലായിരുന്നു. ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നതാ. പക്ഷെ സർപ്രൈസ് കിട്ടിയത് എനിക്കായിപ്പോയി എന്ന് മാത്രം. താൻ ഫോണിൽ പറഞ്ഞതെല്ലാം അവൾ കേട്ടെന്ന് അശ്വിന് മനസ്സിലായി. ഇതായിരുന്നു മനസ്സിലിരിപ്പല്ലേ? ഇത് ഉള്ളിൽ വെച്ചിട്ടാണ് എനിക്ക് വേണ്ടി ജോലി തേടാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഭിനയിച്ചത് അല്ലേ? അവളുടെ സ്വരം കടുത്തതായിരുന്നു. എന്നെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നവനല്ലേ? എന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കൂടെ നിൽക്കാമെന്ന് വാക്കു പറഞ്ഞവനല്ലേ? എന്നിട്ടും ഹിമ, പ്ലീസ് പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, അവൾ കൈ ഉയർത്തി തടഞ്ഞു. വിശദീകരണത്തിന്റെ ആവശ്യമില്ല. എനിക്ക് കിട്ടാമായിരുന്ന നല്ല ചാൻസുകൾ വേണ്ടെന്ന് വെച്ചത് ഇയാളെ വിശ്വസിച്ച. എനിക്ക് ദോഷം വരുന്ന ഒന്നും ചെയ്യില്ലെന്ന വിശ്വാസം. പക്ഷെ കൂടെ നിന്ന് ചതിക്കുകയായിരുന്നല്ലേ? ഹിമയുടെ കണ്ടം ഇടറി. എന്റെ ചേച്ചിക്ക് വയസ്സ് കൂടി വരികയാണ്. ഒരുപാട് അസുഖങ്ങൾ അലട്ടുന്ന ഒരു അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നം ആ ചേച്ചിയുടെ വിവാഹം. ആ ആലോചനകൾ വരാഞ്ഞിട്ടല്ല, പെട്ടെന്നൊരു വിവാഹം നടത്താനുള്ള സാമ്പത്തികമൊന്നും ഞങ്ങൾക്കില്ല. എന്നെ വിദേശത്തേക്ക് വിടാൻ തീരെ ഇഷ്ടമില്ലാഞ്ഞിട്ടും അച്ഛൻ തടയാത്തത് നിവൃത്തികേട് കൊണ്ടാ. അതൊന്നും ഇയാളെ പോലെ അത്യാവശ്യം നല്ല കാശുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് മനസ്സിലാവില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗൾഫിൽ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. 10 രൂപയെങ്കിലും അധികം കിട്ടിയാൽ അത് വളരെ വലുതാ എനിക്ക്. കേരളത്തിലെ ഒരു സാധാരണ ഹോസ്പിറ്റലിൽ ഒരു നഴ്സിന് കിട്ടുന്നത് തുച്ഛമായ വരുമാനമാ. പണ്ടൊരിക്കൽ ഇയാൾ പറഞ്ഞല്ലോ, ഒത്തിരി ഇഷ്ടമുള്ള ബഹുമാനിക്കുന്ന പ്രൊഫഷനാണിതെന്ന്. ഭൂമിയിലെ മാലാകമാരാണ് ഞങ്ങളൊക്കെ പുകഴ്ത്തുന്നുണ്ടല്ലോ. വീട്ടു ചിലവും മറ്റു ബാധ്യതകളും എല്ലാം കഴിയുമ്പോൾ മാലാകയ്ക്ക് ബാക്കി കിട്ടുന്നത് ഒരു മാസം 500-1000 രൂപയാണ്. എന്റെ ചേച്ചിക്ക് ഒരു സ്വർണത്തിന്റെ കമ്മൽ വാങ്ങി കൊടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ഇന്ന് വരെ നടന്നിട്ടില്ല. ഈ അവസ്ഥയിൽ കഴിയുന്ന ഞാൻ കുറച്ചുകൂടി നല്ല ശമ്പളമുള്ള ജോലി കിട്ടണമെന്ന് കൊതിച്ചു. അതിന് സഹായിക്കാമെന്ന സ്നേഹിക്കുന്ന പുരുഷനെ വിശ്വസിച്ചു. പക്ഷെ അവനൊരു സ്വാർത്ഥനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. ദൈവം എന്നെ ഇപ്പൊ ഇവിടെ എത്തിച്ചത്. അല്ലെങ്കിൽ ഇയാൾ ഇനിയും എന്നെ ചതിച്ചേനെ. ഞാൻ എന്ത് ചതിച്ചെന്ന് ഹിമ താനീ പറയുന്നേ? മിണ്ടിപ്പോകരുത്, അവൾ ചീറി. എനിക്ക് മറ്റൊന്നും പ്രശ്നമില്ല. പക്ഷെ എന്റെ ചേച്ചിയെ ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ച് എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ നീ ഒരു പ്ലാൻ ഇട്ടില്ലേ? അത് ഞാൻ ക്ഷമിക്കില്ല. അങ്ങനെ വല്ലവന്റെ വീട്ടിൽ വലിച്ചെറിയാനുള്ള പെണ്ണിനെ നിന്റെ കുടുംബത്തിൽ നോക്കിയാൽ മതി. എന്റെ ചേച്ചിയെ അതിന് കിട്ടില്ല. അവളുടെ ഭാവം മാറുന്നതും വാക്കുകൾ പരുഷമാകുന്നതും ശ്രദ്ധിച്ചതോടെ ദിവ്യ മുന്നോട്ട് വന്നു. മതി, വാടി പോകാം. ഹിമ അവളെ തട്ടിമാറ്റി. ഒരാളെ കുറിച്ച് എല്ലാം അറിഞ്ഞ് സ്നേഹവും അനുകമ്പയും നടിച്ച് സ്വന്തം നേട്ടം മാത്രം വലുതെന്ന് കരുതുന്ന നിന്നെപ്പോലൊരു ക്രൂരൻ ഈ ലോകത്തുണ്ടാവില്ല. ഹിമ, സ്റ്റോപ്പ് ഇറ്റ്. അശ്വിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. ഒരു ജോലി നഷ്ടപ്പെട്ടു, അത് എന്റെ കുഴപ്പം കൊണ്ടല്ല. എന്നാലും എന്നെ വിശ്വസിച്ച് തന്റെ കുറെ മാസങ്ങൾ നഷ്ടപ്പെട്ടതിന് സോറി. വേറൊരെണ്ണം കണ്ടെത്തിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ ഒരിക്കൽ ഉപയോഗിച്ച വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിയില്ല. നീ ഇനി എനിക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യേണ്ട അശ്വിൻ. അവൾ പരിഹാസത്തോടെ കൈകൂപ്പി. ചെയ്തു തന്ന ഉപകാരങ്ങൾ തന്നെ ധാരാളം. നിന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. അതിന് കാരണം നീ അമ്മയോട് കാണിക്കുന്ന സ്നേഹവും കെയറിങ്ങും കണ്ടിട്ടാ. പക്ഷെ എനിക്കിപ്പോ സംശയമുണ്ട്, നീ അവർക്ക് മുന്നിലും അഭിനയിക്കുകയാണോ എന്ന്. ഹിമ, അവൻ അലറി. നിർത്തിക്കോ, ഇനി ഒരക്ഷരം മിണ്ടരുത്. ഇല്ല, നിർത്തി. എന്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ദിവസങ്ങളാണ് ഇതെന്ന് ഞാൻ ഓർത്ത് സമാധാനിച്ചോളാം. അവൾ ദിവ്യയുടെ കയ്യിലിരുന്ന ബാഗ് വാങ്ങി തുറന്ന് ഒരു കവർ എടുത്തു. ഇത്തവണ സാലറി കിട്ടിയപ്പോൾ അച്ഛനും ചേച്ചിക്കും ഓരോ ഡ്രസ്സ് വാങ്ങി. അക്കൂട്ടത്തിൽ നിനക്കും ഞാൻ ഒരെണ്ണം എടുത്തു. വില പിടിച്ചതൊന്നും അല്ലെങ്കിലും അപ്രതീക്ഷിതമായി നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ഇത് തരുമ്പോൾ നിന്റെ കണ്ണിൽ ഞെട്ടലും സന്തോഷവും കാണാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് പറയാതെ വന്നത്. ഇനി ഇതിന്റെ ആവശ്യമില്ലല്ലോ. അവൾ ആ കവർ അശ്വിന്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ അറപ്പ് തോന്നുകയാ. ആദ്യമായി പ്രണയിച്ചത് നിന്നെപ്പോലെ ഒരുത്തനെ ആണല്ലോ. എടി, മതിയാക്ക്, ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ദിവ്യ അവളെ പിടിച്ചു വലിച്ചു. ബഹളം കേട്ട് കുറെ ആളുകൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു ഹിമ അശ്വിനെ നോക്കി. ഇനി നമ്മൾ തമ്മിൽ കാണരുത്. അത് മാത്രം എനിക്ക് വേണ്ടി നീ ചെയ്തു തന്നാൽ മതി. അവൾ വെട്ടിത്തിരിഞ്ഞ് റോഡിലേക്ക് നടന്നു. പിന്നാലെ ദിവ്യയും. കണ്ണുകൾ നിറഞ്ഞ അശ്വിന് കാഴ്ചകൾ അവ്യക്തമായി. ശരീരം തളരുന്ന പോലെ തോന്നിയപ്പോൾ അവൻ അവിടെ അടുക്കി വെച്ചിരുന്ന കരിങ്കല്ലുകളിൽ ഇരുന്നു.